കഴിഞ്ഞ ആഴ്ചത്തെ വ്ളോഗിന്റെ കണ്ടിന്യൂസ് ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. കാണാത്തവരുണ്ട് കാണാം. ഓക്കെ ഇത് ഞാൻ എന്തായാലും 2 ആഴ്ച ഗ്യാപ്പിൽ ഇടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻട്രോ ഞാൻ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇയാൾ എനിക്ക് തന്ന ക്ലൂ നിങ്ങൾക്ക് കേൾക്കണ്ടേ? പറഞ്ഞു കേട്. അത് ഓ ഇപ്പൊ സത്യം പറഞ്ഞ ഒന്നും ഓർമ്മയില്ല. എനിക്ക് അടിച്ചു പോയില്ല തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ. എന്റെ അടുത്ത് പറഞ്ഞു ഐഷോട് ഇത് ചോദിച്ച ആളും ഞാൻ അന്വേഷിക്കുന്ന ആളും ഒന്നാണെന്ന് പറയും. എന്റെ ഉള്ളിൽ ഒരു വെള്ളിടി കിട്ടിയടാ, ഒരു കൊള്ളിക്കെ പറയണം. നല്ലൊരു അവിടെ ഉണ്ട് സ്റ്റക്ക് അടിച്ചിട്ട് ഒരു വാട്ടർ കൂളർ സിസ്റ്റം ഉണ്ട്, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് വെള്ളം കുടിച്ച് ഇവൻ പോയി. അപ്പൊ തന്നെ ഞാൻ പോവാൻ കാരണോട് ഇത് പറഞ്ഞതിന് പിന്നാലെ ഒരു ചേച്ചി കയറി വന്നു. ചേച്ചി കയറി വന്നത് അങ്ങനെ ഉണ്ടാവും അവിടെ നിൽക്കണേ. ഇതൊരുമാതിരി കിളി പോയ പോലെ ഇങ്ങനെ നിൽക്കണേ. ശരി, നമ്മളവിടെ ബാഗ് പോണ ഷെൽഫ് ഇട്ടിരുന്ന ഞാൻ അതിന്റെ ഇടയിൽ പോയി അങ്ങനെ നിന്ന്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് പറ്റിയില്ല, അവിടെ ഒന്നുമില്ലെന്ന് പറയും. ഞാൻ പ്രോമിസ് ഒക്കെ പറഞ്ഞു ലൈനിൽ പോയിട്ട് എനിക്ക് കഴിച്ചു കളിയാ ചത്തു പോകും. ഞാൻ ലൈനിൽ പോയിട്ട് എന്താ പറഞ്ഞു, അവനായിരുന്നു ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആളറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആ ഇതൊക്കെ മാറി. ആളറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആരായാലും കുഴപ്പമില്ല, ആളറിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രേമിക്കുന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ ആളെ കിട്ടി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് മാറി. ഞാൻ അപ്പൊ തന്നെ ഇയാളെ എനിക്ക് കുറച്ച് എനിക്ക് റിക്വസ്റ്റ് അയച്ച് ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് എസ് ആണെങ്കിൽ നോയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും വലിയൊരു കഥ അയച്ചു. ഞാനിത് നടക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് ഒരാളെ പ്രേമിക്കാനും പറ്റുമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, എന്റെ പാസ്റ്റ് എന്റെ റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അധികം ഞാൻ ഇതുവരെ മൂവ് ഓൺ ആയിട്ടില്ല, ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാളും ഇയാളുടെ ഇതിലൊക്കെ പറഞ്ഞിട്ടാ. അതിനുശേഷം അങ്ങനെ പോയി അല്ലേ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാറ്റ് ചെയ്യും. ഞാൻ അത്യാവശ്യം കമ്പനിയാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇയാളായിട്ട് കമ്പനിയാണ്. ഞാൻ അത്ര കമ്പനി ഒന്നുമില്ല. അവരാണെങ്കിൽ ഏതൊരു അടയും ചക്കരയും പോലെ. നമ്മ അതിലില്ല, നമ്മ കണ്ടാൽ മതി. ഞാൻ ഭയങ്കര ഞാൻ ഇത് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഞാൻ അതിനേലും അപ്പുറത്തെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഒരാളെ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എല്ലായിടത്തും പോകുന്നത്, ഫുഡ് കഴിക്കുന്നത്, ചായ കുടിക്കുന്നത്, ലൈനിലിരിക്കുന്നത്, ബ്രേക്കിനൊക്കെ. അപ്പൊ ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ആകുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കും. ബ്രേക്ക് കഴിയണവരെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അവിടെ ആരും വേറെ ഒരു കൂട്ടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മള് ചാറ്റ് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും ഇയാളെന്നെ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. എന്തായി തീരുമാനം മാറിയോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എനിക്ക് വന്നില്ല. നമ്മ ആ ഒരു കാര്യമേ നടക്കും. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ എന്റെ ഫ്രണ്ട്സ് മിക്കവരും എന്നെ ഇങ്ങനെ ഇതുപോലെ പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സാണ്. അതായത് അവര് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേറെ റിലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പൊ എന്താ പറയാ അങ്ങനെ പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചിട്ട് ആ നമ്മുടെ കമ്പനിയിലൊന്നും പറ്റിയില്ല. നമ്മ തമ്മിലുള്ള കമ്പനിയുടെ കാര്യത്തിലൊന്നും പറ്റിയൊന്നുമില്ല. മര്യാദക്ക് തന്നെ പോയി സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോഴും ഒരാൾ എന്നോട് വന്ന് ചോദിച്ചാൽ പോലും ഞാൻ ഇയാളായിട്ട് റിലേഷൻ ആണെന്ന് ഞാൻ പറയില്ല, സീരിയസായിട്ട് പറയില്ല. കാരണം ഞാൻ റിലേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പില്ല, പ്രത്യേകിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ എപ്പോഴും ഫോൺ വിളിക്കുക, എപ്പോഴും മെസ്സേജ് അയക്കുക, ഈ പരിപാടികളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഈ പഞ്ചാരടി പുന്നാരൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ നല്ല ചീത്ത ഞാൻ പറയും. എനിക്ക് അറിഞ്ഞ സമയത്ത് കിടന്നുറങ്ങണം, അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കുന്നത് തന്നെ ഇവിടെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്താ സിറ്റുവേഷൻഷിപ്പ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുവോ എന്താ. എനിക്ക് അത്ര പേഴ്സണലി അറിയണവര് എന്റെ ചോദിച്ചിട്ടുണ്ട് ഇത് ലിവിങ് ടുഗദർ ആകാനാണ് പ്ലാൻ. എനിക്ക് അങ്ങനെ വല്ല മോശമായിട്ട് നടക്കേണ്ട, മോശമാണെന്നല്ല ലിവിങ് ടുഗദർ പോകണവരത് മോശമാണെന്നല്ല ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ച് അത് എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ അത്രയും വേഷം കെട്ട് കാണിച്ച് 10 പേരെ കൊണ്ട് പറയിക്കണത് എനിക്ക് അന്തസ്സായിട്ട് വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിച്ചാൽ മതി. അപ്പൊ എന്റെ ഇതിൽ ഞാൻ ആലോചിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് മുഹമ്മദ് മുസ്തഫ, ഞാൻ ഭാവന, ഇത്രയുള്ള പ്രശ്നം എന്നുവെച്ചാൽ എനിക്ക് എപ്പോഴും ഞാൻ എന്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കടിച്ചതില്ല പിടിച്ചതില്ല അതായി പോയത്. എനിക്ക് എപ്പോഴും എല്ലാവരും വേണം. എടുത്തില്ലാതെ എനിക്ക് ആരെയും തെറിപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ മെന്റലി ഒരു കല്യാണം കഴിക്കാൻ പ്രിപ്പയർഡ് അല്ല. എനിക്ക് വയസ്സായെന്ന് വെച്ചാൽ എനിക്ക് നല്ല വയസ്സുണ്ട്. നമ്മ വയസ്സിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ ഇവന് എന്നതിൽ ഇളയതാ. അപ്പൊ പ്രായമായി എന്ന് വെച്ചാൽ കല്യാണ പ്രായം കഴിഞ്ഞു. പക്ഷെ ഞാൻ മെന്റലി കല്യാണം കഴിക്കാൻ പ്രിപ്പയർഡ് അല്ല. ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ല. പിന്നെ എന്റെ ഫാമിലി ഇതൊക്കെ എനിക്ക് നോക്കണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിലേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ വിളിക്കുക, സംസാരിക്കുക. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളോട് പറയും. അതേപോലെ തന്നെ എനിക്ക് അവിടെ പോണം ഇവിടെ പോണം കൂട്ട്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ തന്നെ നേരത്തെ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് വൈകുന്നേരം ഇറങ്ങിയിട്ട് ചവിടിക്കാൻ പോവാ, അവിടെ അമ്പലപ്പറമ്പിൽ പോയിരിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം, സിനിമ കാണാം, ഫോണിൽ. ഇയാൾ ഫോണിൽ ഡൗൺലോഡ് ആക്കി, എന്റെ ഫോണിൽ സ്പേസ് ഇല്ല, ഫോണിൽ ഡൗൺലോഡ് ആക്കിക്കൊണ്ടിരും, നമ്മൾ അതിന് കാണും. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അല്ലാതെ നമ്മൾ ഈ സാധാരണ പ്രേമിച്ചെടുക്കുന്നവരെ പോലെ കറങ്ങാൻ പോവാ എല്ലാവരും നിന്റെ ട്രിപ്പ് ഒന്നും പോകാറില്ല, ഉറപ്പായിട്ടും പോകാറില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുള്ള ഒരാളല്ല. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ
ലോങ് ഡ്രൈവ് ഒന്നും പറ്റാത്ത ഒരാളാണ്. എനിക്ക് ഹോം സിക്നെസ് ഉള്ള ആളാണ്. എനിക്ക് എപ്പോഴും വീട്ടിൽ തന്നെ വേണം ഞാൻ. അപ്പൊ നമ്മ ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ അപ്പൊ നമ്മ എന്താ പറയാ നമ്മ അങ്ങനെ കറങ്ങാൻ പോകാറ്. നമ്മൾ ആദ്യം കറങ്ങാൻ പോണത് കളമശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തുറ ഹോസ്പിറ്റല്, പിന്നെ എന്താണ് അമ്പലം, അമ്പലം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മ പോകാറ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ വൈകുന്നേരം ഒക്കെ ആയിരിക്കും. വൈകുന്നേരം വന്നിട്ട് നമ്മൾ വന്നത് ഇപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി വരണം. ഞാനിങ്ങനെ പറയും ഞായറാഴ്ച വന്നം, ഇതാണ് കോണ്ടന്റ്, ചലഞ്ചാണ് നീ വന്നം, ഈ ഒരു സാധനം. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയും ഇന്ന് വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ട് വരണം, വീഡിയോ എടുക്കാണ്ട്, നാളെ ഷോർട്സ് ഇടാനൊന്നുമില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുള്ളതാ. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റിലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് റിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ നമ്മൾ വേറെ പ്രേമിക്കാൻ പോകണമെന്നല്ല കേട്ടോ. ഞാൻ ഈ റിലേഷൻ കാണുന്നത് അത്രയും പ്യുവർ ആയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. എനിക്ക് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കാര്യങ്ങള് ഒന്നും, അതായത് എന്താ പറയാ, ബാക്കിയുള്ള ഒരു കപ്പിളിനെ പോലെ അല്ല, കപ്പിൾസിനെ പോലെ അല്ല നമ്മൾ. കുറച്ച് വെറൈറ്റി. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും എന്താ ഇത് റിലേഷൻ ആണ്, ഇത് എന്താണിത് എന്ന് വിചാരിക്കും. എന്നാലും ഈ ഗെറ്റി പരിപാടി ഒന്നും അല്ല ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പല രീതിക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ റിലേഷൻ ആണെങ്കിൽ റിലേഷൻ ആണ് എടുക്കാം. അതല്ലാന്ന് തന്നെ ചിലപ്പോൾ ഭാവിയിലേക്ക് ചിലപ്പോൾ ഇയാളെ കല്യാണം കഴിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് വരും. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളൊരു ഇത്. അതായത് നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി അത് പാടില്ല ഇത് പാടില്ല, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഇടയിലില്ല. ഞാൻ എനിക്ക് ഇതിൽ ജീവിക്കുന്നു, ഞാൻ അത് ചെയ്തോട്ടെ, ഇത് ചെയ്യട്ടെ, പെർമിഷൻ എടുക്കാൻ പോവേ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തൊരു പരിപാടി പോവേ, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോയി നടക്കുന്ന ഒരു റിലേഷനാണ് നമ്മൾ തമ്മിലുള്ളത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ മോശമായിട്ട് വിചാരിക്കണവരുണ്ടാവും അല്ലേ, പലതും പറയണവരുണ്ടാവും. എനിക്ക് അതത് ഓർക്കുമ്പോൾ അതെ, പലതും വിചാരിക്കണവരുണ്ടാവും, നല്ലതായിട്ട് വിചാരിക്കണവരുണ്ടാവും. എന്തായാലും ഇത് ഇച്ചിരി നല്ലത് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്തെ റിലേഷൻ പോലെയല്ല. അതെ, കുറച്ചുകൂടി മെച്ചോർഡ് ആണെന്നൊക്കെ പറയാം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടേതായ ഒരു സ്പേസ്. ഞാൻ എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എല്ലാവരുടെ ലൈഫില് ഒരു സ്പേസ് ഇട്ടേക്കണം. അത് തോന്നും ഇറങ്ങി പോവാനായാലും നിൽക്കാനായാലും നമുക്ക് ഒരാളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ അതേപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻ ആണിത്. ഭാവിയിലേക്ക് എന്താവും അറിയില്ല. കാരണം ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുമിച്ച് ജീവിക്കേണ്ടത് ഇപ്പൊ ഇയാളും ഒന്നും ആയിട്ടില്ല, ഞാനും ഒന്നും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടില്ല ആൾക്ക് വേഗം കല്യാണം കഴിക്കാൻ 10 പേര് ചോദിച്ചു തുടങ്ങി. ഇങ്ങനെയൊന്നും നമുക്കില്ലാണ്ട. നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ടോക്കേ വരാറില്ല. ഇപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കണത് സംസാരിക്കേണ്ടത് എപ്പോഴും യൂട്യൂബിനെ കുറിച്ചാണ്. നമ്മുടെ ചാറ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. കോളിലായാൽ പോലും അതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കഥ. ബൈ.